കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങളുടെ നേതൃത്വത്തിൽ കണിയന്നൂർ താലൂക്ക് ഓഫീസിന് മുൻപിൽ മാർച്ചും കൂട്ടധർണയും സംഘടിപ്പിച്ചു. ധർണയുടെ ഉദ്ഘാടനം എറണാകുളം MLA TJ വിനോദ് നിർവഹിച്ചു. നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും മാർച്ചിൽ പങ്കെടുത്തു. ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക, പോലീസ് വെൽഫെയർ ബ്യൂറോയുടെ പ്രവർത്തനം പരിഷ്കരിച്ച് വിരമിച്ചവർക്ക് സേവനം ലഭ്യമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൊച്ചി സിറ്റി അംഗങ്ങൾ പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും നടത്തിയത്. എറണാകുളം കണിയന്നൂർ താലൂക്ക് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ MLA TJ വിനോദ് ഉദ്ഘാടനം ചെയ്തു. 20-30 വർഷക്കാലം ഊണും ഉറക്കവുമില്ലാതെ രാവും പകലുമില്ലാതെ നാട്ടിലെ ജനങ്ങളുടെ സ്വൈര ജീവിതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ജീവിതം ഹോമിച്ച പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാർ അവർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അവരെ കരിവേപ്പിലകളെ പോലെ സമൂഹത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാമൂഹിക സാഹചര്യം ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. 19% ക്ഷാമാശ്വാസ കുടിശ്ശിക അടിയന്തരമായി അനുവദിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ആവശ്യം. ഗവൺമെന്റ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഇത് പരിഹാരമുണ്ടാക്കി ഈ പ്രശ്നം രമ്യമായി തീർക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് സർവീസിൽ നിന്നും വിരമിച്ച വിവിധ റാങ്കുകളിലെ നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും ധർണയിൽ പങ്കെടുത്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AR പ്രേംകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ജീവിതവും നമ്മുടെ യൗവനവും ഈ നാട്ടുകാർക്കും ഈ ജനങ്ങൾക്കും നമ്മുടെ അതാത് കാലഘട്ടത്തിലെ സർക്കാരിന് വേണ്ടിയും ഹോമിച്ച ശേഷം വളരെ ഉജ്ജ്വലമായ രീതിയിൽ നമ്മുടെ ജോലി ചെയ്ത് പെൻഷൻ പറ്റിയ ശേഷം ഇതേപോലെയുള്ള അവകാശങ്ങൾക്ക് നമ്മൾ തെരുവിലേക്ക് വരുന്നത് തന്നെ വളരെ ലജ്ജാകരമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചോളം നിവൃത്തികേട് കൊണ്ടാണ് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിവൃത്തികേട് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് KM ആന്റണി IPS മുഖ്യ പ്രഭാഷണം നടത്തി. ഈ താലൂക്ക് ഓഫീസിന് മുമ്പിലും ഈ എറണാകുളം അല്ലെങ്കിൽ കൊച്ചി സിറ്റിയിലും വിവിധങ്ങളായ സമരങ്ങളെ നേരിട്ട് പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സോടെ അല്ല, പക്ഷെ നമ്മൾ ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ദുഃഖങ്ങൾ, നമ്മുടെ സ്വകാര്യ ആഘോഷങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇവയെല്ലാം മാറ്റിവെച്ച് ഈ സമൂഹത്തിന് വേണ്ടി ഇവിടുത്തെ ക്രമസമാധാനവും അല്ലെങ്കിൽ പൗരന്മാരുടെ ക്ഷേമത്തിനും എല്ലാ ഐശ്വര്യത്തിനും വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ, നമുക്ക് അനുവദിച്ച് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പെൻഷനിൽ കിട്ടേണ്ടതായ അർഹമായ വിഹിതം നമുക്ക് ലഭിക്കുന്നില്ല. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജോർജ് തോമസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാർട്ടിൻ K മാത്യു, ജില്ലാ ട്രഷറർ S പ്രഹ്ലാദൻ, വനിതാ വിംഗ് സംസ്ഥാന ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ഒരു 4 കൊല്ലക്കാലമായി നമുക്ക് കിട്ടാനുള്ള തുക തരാതിരുന്നുകൊണ്ട് നമ്മളോട് കടം പറഞ്ഞുകൊണ്ട് ഭരിച്ചു പോകുന്ന ഒരു വിഭാഗം സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. നമ്മുടെ DA കുടിശ്ശിക തന്നെ 19% DA കുടിശ്ശിക, ഏകദേശം നമുക്ക് കിട്ടുന്ന പെൻഷന്റെ 5-1 ഭാഗമാണ് 19% പറയുന്നത്. ഇപ്പോൾ 19% നിലവിൽ കുടിശ്ശിക ഉണ്ടെങ്കിലും ഒരു ഗഡു ഏപ്രിൽ 1 മുതൽ തരാമെന്ന് ഏറ്റിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും വീണ്ടും ഒരു ഗഡു കൂടെ കുടിശ്ശികയായി മാറിയിരിക്കുകയാണ്. നമ്മളെ പറ്റിച്ച് ജനങ്ങളുടെ ഇടയിൽ കോടികളുടെ ചെലവുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന് എതിരായിട്ട് അല്ലെങ്കിൽ കൂടി ഞങ്ങൾക്കെല്ലാം ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്നിവിടെ വഴിയിലിറങ്ങേണ്ട ഒരു ഗതിയുടെ ജീവിതത്തിന്റെ മുഖ്യകാലം മുഴുവൻ ഇവിടുത്തെ 24 മണിക്കൂറും ഇവിടുത്തെ പൗരന്മാർക്ക് അവർക്ക് വേണ്ടി അവർക്ക് ജീവനും സ്വത്തിനും വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഈ നിന്നിരുന്ന ഓരോരുത്തരും നടത്തിയിട്ടുള്ളത്. അവർക്ക് വേണ്ടിയാണ് ഈ ധർണ. ന്യൂസ് ബ്യൂറോ, എറണാകുളം. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,